ഇന്ത്യയും യുകെയുമായിട്ടുള്ള ന്യൂ ട്രേഡ് ഡീൽ സൈൻ ചെയ്തിരിക്കുകയാണ്. അത് രണ്ട് രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സ്റ്റുഡൻറ് വിസയിൽ വരുന്ന മാറ്റങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റുഡൻറ് വിസയുടെ കാര്യം, കെയർ വിസയുടെ കാര്യം, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നിയമം എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ കരാർ അനുസരിച്ച് UK-യിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കുറേയേറെ സാധനങ്ങൾക്ക് ടാക്സ് കുറച്ചിട്ടുണ്ട്. അതായത് കോസ്മെറ്റിക്സ്, സ്കോച്ച് വിസ്കി, ജിൻ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഹയർ വാല്യൂ കാർസ്, അത് വില കൂടിയ കാറുകളൊക്കെ, ഫുഡ് ഇൻക്ലൂഡിങ് ലാമ്പ്, സാൽമൺ, ചോക്ലേറ്റ് ആൻഡ് ബിസ്ക്കറ്റ്സ്, മെഡിക്കൽ ഡിവൈസസ്, എയറോസ്പേസ്, ഇലക്ട്രിക്കൽ മെഷീനറി, ഇത്രയും സാധനങ്ങൾക്കാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ടാക്സ് കുറച്ചിരിക്കുന്നത്. അതായത് UK-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വില കൂടിയ കാറുകൾക്ക് ഇതിനൊക്കെ ടാക്സ് കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ ടാക്സ് കുറച്ചത് വഴി സാധനങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സാധനങ്ങളുടെ ടാക്സ് കുറച്ചത് വഴി ഈ സാധനങ്ങളൊക്കെ വിലക്കുറവിൽ അതാത് രാജ്യങ്ങളിൽ ലഭ്യമാകാനും പറ്റും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇതുവഴി ഇന്ത്യയും UK-യും പരസ്പരം നേടിയെടുത്തിരിക്കുന്നത്. അതായത് കുറേയേറെ ഗുഡ്സുകൾക്ക്, ഇന്ത്യൻ സാധനങ്ങൾക്ക് UK-യിലും കൂടുതൽ അവൈലബിൾ ആകുകയും വില കുറയുകയും ചെയ്യും. അതുപോലെ UK-യിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കുറേയേറെ സാധനങ്ങൾക്ക് ഇന്ത്യയിൽ അത് ധാരാളമായി അവൈലബിൾ ആകുകയും സാധാരണ നിരക്കിലേക്ക് വില ഒരു സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന നിരക്കിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കരാർ മൂലം UK-യിലെ വിസ്കി നിർമ്മാണ മേഖലയിൽ തന്നെ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം കൂടുതലായിട്ട് രണ്ട് രാജ്യങ്ങളിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേഖലകളിലെല്ലാം കൂടുതലായി ആൾക്കാർക്ക് ജോലി അവസരം ഒരുങ്ങുന്നതാണ്. UK-യിലേക്ക് ഇന്ത്യയിൽ നിന്നും തുണിത്തരങ്ങൾ കൂടുതലായിട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രോസൺ പ്രോൺസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ്, ചില കാറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുമ്പോൾ ഈ നിർമ്മാണ മേഖലയിലുള്ള ജോലി സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വരുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ജോലി സാധ്യതയും വരും. അങ്ങനെ രണ്ട് രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടും ഗുണകരമായ രീതിയിലുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് UK-യിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുറേ സാധനങ്ങളുടെയും ടാക്സ് കുറച്ചിട്ടുണ്ട്. അതായത് ക്ലോത്തിങ് ആൻഡ് ഫുഡ് വെയർ, ഫുഡ് പ്രോഡക്ട്സ് ഇൻക്ലൂഡിങ് ഫ്രോസൺ പ്രോൺസ്, ജുവലറി ആൻഡ് ജെംസ് ആൻഡ് സം കാർസ്. ഈ ട്രേഡ് ഡീൽ വഴി ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് 3 മേഖലകളിലുള്ള ആൾക്കാർക്ക് UK-യിലേക്ക് വരാനുള്ള വിസ അനുവദിക്കാൻ UK ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഷെഫ്, മ്യൂസീഷ്യൻസ്, യോഗ ടീച്ചേഴ്സ്, ഇവർക്കൊക്കെയാണ് വരാമെന്നുള്ള ഒരു എഗ്രിമെന്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. UK-യിലോട്ട് വരുന്ന ബിസിനസ്സുകൾക്കും അതുപോലെ തന്നെ ഇങ്ങനെ ജോലിക്കായി വരുന്നവർക്ക്, പുതിയതായി വരുന്നവർക്കും NI അടയ്ക്കേണ്ട, അതാണ് വേറൊരു എഗ്രിമെന്റ്. NI അടയ്ക്കേണ്ട എന്ന് വരുമ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ഈ UK-യിലുള്ള പല ബിസിനസ് സ്ഥാപനങ്ങളും പല പാർട്ടികളും, അതായത് റീഫോം പാർട്ടിയൊക്കെ അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരും NI അടയ്ക്കേണ്ട സാഹചര്യത്തിൽ, അതായത് നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കേണ്ട സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും പുതിയതായി വരുന്ന ബിസിനസ്സിനും ജോലിക്കാർക്കും നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കേണ്ട എന്നുള്ള തീരുമാനം ഇവിടെ എല്ലാവർക്കും വളരെയധികം അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. UK ഗവൺമെന്റ് നൽകുന്ന വിസ എന്ന് പറഞ്ഞാൽ, നൽകാൻ സമ്മതിച്ചിട്ടുള്ള വിസ 1800 വിസകളാണ് ഒരു വർഷം. അങ്ങനെ 3 വർഷത്തേക്കാണ് ഈ വിസ അവരെ കൊടുക്കുന്നത്. അതും ഷോർട്ട് ടേം വിസയാണ്. 3 വർഷത്തേക്കുള്ള വിസ കൊടുക്കുന്നു. 1800 വിസകൾ വെച്ച് 3 വർഷം അവർ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് ഇപ്പോഴത്തെ എഗ്രിമെന്റ്. അതോടൊപ്പം തന്നെ 3 രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രിട്ടൻ തീരുമാനിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ, നൈജീരിയ, ശ്രീലങ്ക എന്നീ 3 രാജ്യങ്ങളിലാണ് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ, സ്റ്റുഡൻസിന് വരുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് വരുവാൻ പോകുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ഇവിടെ ഓവർ സ്റ്റേ ചെയ്യുകയും ഇവിടെ നിന്ന് അഭയാർത്ഥി വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അതിനെല്ലാം കൺട്രോൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻറ് വിസയ്ക്ക് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ UK-യിൽ നിലവിലുള്ള സാഹചര്യത്തിൽ സ്റ്റുഡൻറ് വിസയിൽ 16%, സ്റ്റുഡൻറ് വിസ ആപ്ലിക്കേഷനിലെ 16% കുറവാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇതുമൂലം പല യൂണിവേഴ്സിറ്റികളും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസിന് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിന് ഇങ്ങോട്ട് വരുന്നതിനുള്ള സാധ്യത കുറയുകയും അതുപോലെ തന്നെ ഇവിടെ കോഴ്സ് കഴിഞ്ഞ് തുടരാനുള്ള സാധ്യതയും കുറയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സ്റ്റുഡൻസിനെ ഇവിടെ തുടരുന്നതിനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽക്കുകയാണ്. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നിലവിൽ വരുന്നതോടുകൂടി താമസിയാതെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ വെളിയിൽ വരും. അതനുസരിച്ചുള്ള അപ്ഡേറ്റ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.